ഞങ്ങളെവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അത് നേരാണ് കേട്ടോ. ഞങ്ങളൊന്ന് കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പോവാണേ. വൈകിട്ടാണ് കേട്ടോ പോകണം. ബാനൂട്ടി ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് അവൾക്ക് എക്സാം ആണല്ലോ. ഐവിൻകുട്ടൻ വന്നപ്പോൾ 4 മണിയായി. അപ്പോൾ അവൻ വന്ന് അവനെ കുളിച്ച് റെഡിയാക്കിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ബാനൂട്ടി റെഡിയായി. അവൾക്ക് ഞാൻ മിഡിയും ടോപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്ത. 2 വശത്ത് മുടിയൊക്കെ കെട്ടി. ഐവിൻകുട്ടൻ നേരത്തെ തന്നെ റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ. റെഡിയായ പുറകെ രണ്ടുപേരും കൂടി നേരെ വന്ന് വണ്ടിയെ കയറിയേ. ഞങ്ങൾ ആരെങ്കിലും വന്നതോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കിയില്ല. കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ടാണ് വണ്ടിയെ കയറിയത്. പിന്നെ അക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകാൻ. ഇത് കുഞ്ഞുവിൻ്റെ പെങ്ങളാണ്. അക്ക ഞങ്ങൾ രാവിലെ വിളിച്ചതാണ് അമ്പലത്തിൽ പോകാൻ വാന്നും പറഞ്ഞ് വിളിച്ചതാണ്. അങ്ങനെ ഞാനും കുഞ്ഞുവിനും പിള്ളേരും അമ്മയും അക്കയും കൂടിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. ഇറങ്ങിയപ്പോഴേക്കും ഒരു 5 മണി കഴിഞ്ഞ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് കണിച്ചുകുളങ്ങര അമ്പലത്തിലൊന്ന് പോകണമെന്ന്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നടക്കാണ്ട് അങ്ങനെ നീങ്ങി പോയതാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വിചാരിച്ചു എന്നാൽ ഇന്ന് എന്തായാലും പോയേക്കാം. എന്ന് അവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ പുഴുക്ക് വഴിപാട്. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ പുഴുക്ക് വഴിപാടും കൂടി നടത്തിയിട്ടാണ് പോരണേ. ഇന്നും അതുപോലെ തന്നെ നടത്താനിരിക്കുകയാണ് കേട്ടോ. ഐവിൻകുട്ടനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. സാധാരണ വണ്ടിയിൽ അവൻ ഈ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ വണ്ടിയിരുന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. ഇന്ന് അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു, കളിയായിരുന്നു വണ്ടിയിരുന്ന്. അതുകൊണ്ട് തന്നെ ദേ ഇപ്പോൾ വണ്ടിയെ കയറിയപ്പോഴേ ആളുറങ്ങി. അതുപോലെ ബാനൂട്ടിക്കും പതിയെ ഉറക്കം വരുന്നുണ്ട്. എന്നാലും അമ്മയുടെയും ചേച്ചിയുടെയും കൂടി അങ്ങനെ ഇരുന്നത് കൊണ്ട് അങ്ങനെ ഉറങ്ങാണ്ടൊക്കെ അവൾ അങ്ങനെ ഇരുന്നു. ഇത് നമ്മുടെ സിനിമാ നടൻ രാജംബി ദേവിൻ്റെ വീടാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ അടഞ്ഞൊക്കെ കിടക്കുവാണ്. ആരും താമസമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ഹൈവേ വഴിയും പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അതിലെ കൂടിയല്ല പോയത്. അത് കഴിഞ്ഞതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. ഇതാണ് കണിച്ചുകുളങ്ങര അമ്പലം. ചെറിയൊരു മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു ഇനി മഴ പെയ്യുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും മഴയൊന്നും പെയ്തില്ലേ. ഞങ്ങൾ വീട്ടിലെത്തും വരെ മഴ പെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയേ. അമ്പലം എത്തിയപ്പോഴേക്കും ബാനൂട്ടി ആക്റ്റീവായിട്ട് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നേ. അവളിങ്ങനെ ആക്റ്റീവായിട്ട് അവിടെയൊക്കെ അമ്പലത്തിലേക്കൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും കളിപ്പാട്ടം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് രണ്ടുപേരും സത്യം പറഞ്ഞാൽ വന്നത്. ഐവിൻകുട്ടനും പെട്ടെന്ന് എത്തി എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റിട്ടോ ചോക്ലേറ്റും ഒക്കെ കൈ പിടിച്ചിട്ട് രണ്ടുപേരും ഇറങ്ങി. ആദ്യം ഞങ്ങൾ ഈ പുഴുങ്ങാനുള്ള സാധനങ്ങളൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത്. ഒന്ന് തൊഴുതിട്ടൊക്കെ വന്നിട്ട് അതൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ തൊഴാനൊക്കെ പോയി. ആ നേരത്തെ രണ്ടുപേരും കിടന്ന് ഓട്ടമായിരുന്നു കേട്ടോ. അയ്യോ അവിടെ ഒരിടത്ത് നിന്നിട്ടില്ല. ഫുൾ ടൈം ഓട്ടം തന്നെ ഓട്ടം. ഈ മണ്ണ് കണ്ടതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട്. ഈ മണ്ണില്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഈ മണ്ണ് കണ്ടപ്പോഴേക്കും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞ് ഞങ്ങളതേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുഴുങ്ങാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടോ. ആ നേരത്തെ രണ്ടുപേരും ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. വിശക്കൊന്നും ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് അവനൊന്നും കഴിച്ചുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കഴിക്കുന്ന നേരത്ത് ഞങ്ങൾ അതിൻ്റെ ഓരോരോ ഒരുക്കങ്ങൾ ചെയ്യുവാണേ. ഈ പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി, ശർക്കര, അതുപോലെ തേങ്ങ, പിന്നെ ജീരകം, ഏലക്ക, ഇതെല്ലാം കൂടി നമ്മുടെ ചെറുപഴമില്ലേ, ചെറുപഴം വെച്ച് ആണ് കേട്ടോ ഇത് കുഴക്കുന്നത്. ചെറുപഴം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് കുഴച്ചിട്ട് ഉരുട്ടി വെള്ളത്തിലേക്ക് ഇടും. വെറുതെ വെള്ളത്തിലേക്കല്ല കേട്ടോ, നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളത്തിലേക്കാണ് ഇടണം. അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രണ്ടുപേരും അമ്മേനെയും വിളിച്ചിട്ട് നേരെ കളിപ്പാട്ടക്കടയിലേക്ക് പോയിട്ട് എന്നിട്ട് അത് വേണം ഇത് വേണം, അയ്യോ ഒന്നും പറയണ്ട, കൈ കിട്ടിയതൊക്കെ വേണം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണേ. പിന്നെ ആകെ കൺഫ്യൂഷനുമായി ഇതിലേതെടുക്കുമെന്ന്. സാധാരണ അവൻ കളിപ്പാട്ടമായിട്ട് എടുക്കുന്നത് ഈ വണ്ടികളാണേ. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇന്ന് നേരെ പിറക്കിയെടുത്തത് നമ്മുടെ കിച്ചൺ സെറ്റ് ഇല്ലേ, അതാണ്. ബാനൂട്ടിയാണെങ്കിൽ പാവ എടുത്തു കേട്ടോ. അങ്ങനെ അതുമായിട്ട് രണ്ടുപേരും അങ്ങനെ നടന്നേ. ഞങ്ങളിതാ വെള്ളം തിളച്ച സമയത്ത് ഉരുട്ടി വെച്ച ഓരോന്നായിട്ട് അങ്ങനെ ഇട്ടൊക്കെ കൊടുത്തിട്ടോ. നന്നായിട്ട് തിളക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും അപ്പയും മക്കളും കൂടി അവിടെ സംഗീതോത്സവം നടക്കുന്നുണ്ട്. ഈ നവരാത്രി വരുമല്ലേ, അതിൻ്റെ സംഗീതോത്സവം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും. അത് കാണാൻ പോയി. അവിടെ കച്ചേരി ഉണ്ടായിരുന്നു. അതും കണ്ട് രണ്ടുപേരും കുറേ സമയം കച്ചേരി കണ്ടൊക്കെ അങ്ങനെ ഇരുന്ന് കേട്ടോ. അതിനിടയ്ക്ക് പുഴുക്കൊക്കെ വെന്ത് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുവാണ്. ഒത്തിരി രാത്രിയായി പോന്നപ്പോഴേക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.